അമേരിക്കയിൽ H1B വിസയിൽ ജോലി ചെയ്യുന്ന മലയാളി കുടുംബങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. H1B വിസക്കാരുടെ പങ്കാളികൾക്ക് അമേരിക്കയിൽ നിയമപരമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H4EAD വർക്ക് പെർമിറ്റ് സംബന്ധിച്ചാണ് ഈ വാർത്ത. H4EAD പ്രോഗ്രാം തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്കയ്ക്ക് സുപ്രീം കോടതി വിധിയിലൂടെ വലിയൊരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് USCIS നടപ്പിലാക്കിയ ചില പ്രോസസ്സിംഗ് മാറ്റങ്ങളും EAD റിന്യൂവലുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളും കാരണം H4EAD ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന പലർക്കും ഇപ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? H4EAD ഉള്ളവർ ഇപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ EAD റിന്യൂവൽ വൈകിയാൽ ജോലി എങ്ങനെ സംരക്ഷിക്കാം? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസ വാർത്ത, H1B വിസക്കാരുടെ ചില യോഗ്യരായ പങ്കാളികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം നൽകുന്ന H4EAD പ്രോഗ്രാമിനെതിരെ സേവ് ജോബ്സ് USA നൽകിയ നിയമ പോരാട്ടത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. H4EAD പ്രോഗ്രാം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നിയമപരമായ നിലപാട് H4EAD ഉള്ള കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായി. അതായത് യോഗ്യതയുള്ള H4EAD ഉടമകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അവസരം തുടർന്നും ലഭിക്കുന്നു. സ്വന്തമായി ബിസിനസ് നടത്തുകയോ യോഗ്യമായ സാഹചര്യത്തിൽ വിവിധ തൊഴിലുടമകൾക്കൊപ്പം ജോലി ചെയ്യുകയോ ചെയ്യാൻ H4EAD സഹായിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും EAD കാർഡ് പുതുക്കുന്നതിലെ കാലതാമസമാണ് ഇപ്പോൾ പലരുടെയും പ്രധാന ആശങ്ക. പ്രത്യേകിച്ച് 2026 H4EAD റിന്യൂവൽ കാത്തിരിക്കുന്നവർ ഈ വിഷയം വളരെ ശ്രദ്ധിക്കണം. മുൻപ് EAD പുതുക്കുന്നതിനായി കൃത്യസമയത്ത് അപേക്ഷ നൽകിയ ചില അപേക്ഷകർക്ക് പഴയ കാർഡ് കാലഹരണപ്പെട്ടതിന് ശേഷവും നിശ്ചിത കാലയളവിൽ ജോലി തുടരാൻ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ലഭിച്ചിരുന്നു. എന്നാൽ 2025 ഒക്ടോബർ 30 മുതൽ ലഭിക്കുന്ന പുതിയ റിന്യൂവൽ അപേക്ഷകൾക്ക് പൊതുവായ 540 ദിവസത്തെ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ അവസാനിച്ചിരിക്കുകയാണ്. അതായത് പുതിയ നിയമം ബാധകമായ ഒരു അപേക്ഷകന്റെ നിലവിലെ EAD കാലാവധി കഴിഞ്ഞിട്ടും പുതിയ EAD അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ജോലി തുടരാൻ കഴിയുമോ എന്നത് വളരെ ശ്രദ്ധിച്ച് പരിശോധിക്കണം. ഇത് H4EAD ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന മലയാളി കുടുംബങ്ങൾക്ക് വലിയ പ്രശ്നമാകാം. കാരണം EAD കാലാവധി കഴിഞ്ഞാൽ തൊഴിലുടമയ്ക്ക് ആവശ്യമായ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ തെളിയിക്കാതെ വന്നാൽ ജോലി തുടരാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം USCIS പ്രോസസ്സിംഗ് ഡിലേ ആണ്. H4EADക്കായി ഫോം I-765 സമർപ്പിച്ച ശേഷം പുതിയ കാർഡ് ലഭിക്കാൻ ചില അപേക്ഷകർക്ക് വളരെ നീണ്ട കാത്തിരിപ്പ് സമയം നേരിടേണ്ടി വരുന്നു. പ്രത്യേകിച്ച് H4EAD മാത്രം പ്രത്യേകം ഫയൽ ചെയ്യുന്ന അപേക്ഷകർക്ക് പ്രോസസ്സിംഗ് സമയം കൂടുതലായേക്കാം. H4EADക്ക് നേരിട്ട് പ്രീമിയം പ്രോസസ്സിംഗ് സൗകര്യവും ഇല്ല. അതുകൊണ്ട് H1B വിസയുടെ എക്സ്റ്റൻഷൻ, H4 സ്റ്റേറ്റസ്, H4EAD എന്നിവ ഒരേ സമയത്ത് പുതുക്കേണ്ട കുടുംബങ്ങൾ ഫയലിംഗ് തന്ത്രം മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. H4EAD ഉള്ളവർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് പലയിടത്തു നിന്നും ഉയർന്നു വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, റിന്യൂവൽ നേരത്തെ ചെയ്യുക. നിലവിലെ EAD കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കി അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. യോഗ്യതയുള്ള സാഹചര്യത്തിൽ റിന്യൂവൽ അപേക്ഷ അനുവദിക്കുന്ന ഏറ്റവും നേരത്തെ സമയത്ത് തന്നെ ഫയൽ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിഗത കേസിൽ എപ്പോൾ അപേക്ഷിക്കണമെന്ന USCIS നിർദ്ദേശങ്ങളും ആവശ്യമായാൽ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ ഉപദേശവും അനുസരിച്ച് തീരുമാനിക്കുക. രണ്ടാമതായി, H1B എക്സ്റ്റൻഷനൊപ്പം H4EAD അപേക്ഷകൾ ഒരുമിച്ച് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് പരിശോധിക്കുക. H1B പ്രിൻസിപ്പൽ ആപ്ലിക്കന്റിന്റെ എക്സ്റ്റൻഷൻ പ്രീമിയം പ്രോസസ്സിംഗിൽ ഫയൽ ചെയ്യുമ്പോൾ H4 സ്റ്റേറ്റസ്, H4EAD അപേക്ഷകൾ എങ്ങനെ സമർപ്പിക്കണമെന്നത് മുൻകൂട്ടി പരിശോധിക്കുന്നത് സഹായകരമാണ്. എന്നാൽ ഒരുമിച്ച് ഫയൽ ചെയ്താൽ എല്ലാ അപേക്ഷകളും നിർബന്ധമായും ഒരേ സമയത്ത് അംഗീകരിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇത് ഒരു ഉറപ്പായ പ്രോസസ്സിംഗ് ടൈം ലൈനായി കാണരുത്. മൂന്നാമതായി, ഫോമിലും ഫീസിലും ഒരു തെറ്റും വരുത്തരുത്. USCIS ഫോമുകളുടെ പുതിയ എഡിഷൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഫോം I-765ലെ എലിജിബിലിറ്റി കാറ്റഗറി കൃത്യമായി രേഖപ്പെടുത്തണം. H4EADക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന കാറ്റഗറി C26 ആണ്. ഫീസ് അടയ്ക്കുമ്പോഴും നിലവിലെ USCIS ഫീസ് ഷെഡ്യൂൾ, പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ എന്നിവ പരിശോധിക്കണം. ഫയലിംഗ് സമയത്ത് തെറ്റായ ഫോമോ പഴയ ഫീസോ തെറ്റായ പേയ്മെന്റ് മെത്തേഡോ ഉപയോഗിച്ചാൽ അപേക്ഷ റിജക്ട് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. നാലാമതായി, അപേക്ഷ അസാധാരണമായി വൈകിയാൽ നിയമപരമായ വഴികൾ പരിശോധിക്കാം. USCIS പ്രോസസ്സിംഗ് ടൈം സാധാരണ സമയപരിധിയേക്കാൾ വളരെ കൂടുതലായി നീളുകയും അതുമൂലം ഗുരുതരമായ ജോലി അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ
ഇമിഗ്രേഷൻ അറ്റോർണിമാരുമായി സംസാരിക്കാം. H4EAD പ്രോഗ്രാം നിലനിൽക്കുന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ EAD റിന്യൂവലിലെ കാലതാമസം, ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ സംബന്ധിച്ച പുതിയ നിയമം, USCIS പ്രോസസിംഗ് ഡിലേ എന്നിവ കാരണം H4EAD ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ EAD എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ്? റിന്യൂവൽ എപ്പോൾ ഫയൽ ചെയ്യണം? H1B എക്സ്റ്റൻഷനൊപ്പം H4EAD അപേക്ഷകൾ എങ്ങനെ ഫയൽ ചെയ്യണം എന്നിവയെല്ലാം അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ നേരത്തെ തന്നെ പരിശോധിക്കുക. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന H4EAD ഉടമകൾക്ക് EAD കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത നടപടികൾ കൃത്യമായി ആസൂത്രണം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഒപ്പം പുതിയ ഇമിഗ്രേഷൻ വാർത്തകളും വിസ അപ്ഡേറ്റുകളും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.